കുട്ടികളിൽ അറിവും ആരോഗ്യവും പകർന്ന് മദ്രസയിൽ മധ്യവേനൽ അവധി ക്യാമ്പ്. പത്തനാപുരം മാങ്കോട് വൻമേനി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ദാറുസലാം മദ്രസയിലാണ് കുട്ടികൾക്കായി മധ്യവേനൽ അവധി ക്യാമ്പ് നടന്നത്. ഏപ്രിൽ 11 തുടങ്ങിയ സമ്മർ ക്യാമ്പ് ഞായറാഴ്ച സമാപിച്ചു. കുട്ടികളിൽ സ്വഭാവ സംരക്ഷണവും മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കുന്നതിനും കുട്ടികളിൽ പിടിമുറുക്കിയ മൊബൈൽ ഫോൺ, TV ഭ്രമം കുറയ്ക്കുന്നതിനുമായാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിന്റെ തുടക്കം മുതൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഡോക്ടർമാരും മെന്റലിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരും കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജനും ക്യാമ്പിൽ പങ്കാളിയായി. പീഡിയാട്രിക്, ഓർത്തോപീഡിയാട്രിക്, ആയുർവേദ ചികിത്സാ ക്യാമ്പുകളും സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ സമാപന ദിവസം കുട്ടികളുടെ കലാകായിക മത്സരങ്ങളും സമാപന സമ്മേളനത്തിൽ കുട്ടികളുടെ ഒപ്പനയും ദഫ്മുട്ടും അരങ്ങേറി. അന്ധതയുടെ ലോകത്ത് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സ്വരമാധുര്യത്തോടെ മനുഷ്യ മനസ്സുകൾക്ക് ഹൃദ്യമാകുന്ന നിലയിൽ ആയിഷ സമീഹയുടെ ഇശൽ നിലാവ് ഹൃദ്യമായി. ചീഫ് ഇമാം നജീബ് മൗലവി ഹസനി, വൻമേനി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് PS യൂസഫ്, സെക്രട്ടറി PM കമറുദ്ദീൻ, കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ മാങ്കോട്, അബ്ദുൽ ഖാദർ മൗലവി സ്വദർ, പ്രോഗ്രാം കൺവീനർ സജീന, ഹലീന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വളരെ നല്ലൊരു അനുഭവം. കാരണം കേരളത്തിൽ തന്നെ ഒരു ജമാഅത്തിന്റെ കീഴിൽ ഒരു മദ്രസയിൽ ഇത്രയും വലിയ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് പലപ്പോഴും അത് സംഘടിപ്പിക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. പൂർണ്ണമായ രക്ഷകർത്താക്കളുടെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും ജമാഅത്ത് അംഗങ്ങളുടെയും എല്ലാ സഹകരണത്തോടു കൂടി വളരെ ഭംഗിയായും ചിട്ടയായും ഈ 40 ദിവസക്കാലം കുട്ടികളുടെ അവരുടെ ജീവിതത്തിലെ ശൈലിയിൽ മാറ്റം വരുത്തുവാനും പ്രധാനമായ ഉദ്ദേശം കുട്ടികൾക്ക് ശാരീരികമായ മാനസികമായിട്ടുള്ള അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ അവധിക്കാലം മറ്റ് ആക്ടിവിറ്റീസ് മറ്റ് കാര്യങ്ങളൊന്നും വീട്ടിൽ ഇരുന്നിട്ട് കുട്ടികൾക്ക് അടുത്ത വരുന്ന അധ്യയന വർഷത്തേക്ക് അവർക്ക് ശാരീരികമായും മാനസികമായിട്ടും ഒരു ഉല്ലാസം തരത്തെ ഒരു ഉന്മേഷം തരത്തക്ക രീതിയിലുള്ള എല്ലാ പരിപാടികളും ഈ ക്യാമ്പിലുണ്ടായിരുന്നു. അവർക്ക് കളികളുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത, പവേർഡ് ബൈ ലീഡ് സ്കൂൾ, മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം